കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. തല അജിത് നായകനായി തൃശ്ശയുമായി ഒന്നിച്ച് മകിഴ് തിരുമേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു വിടാമുയർച്ചി. മിക്സഡ് റിവ്യൂ ആയിരുന്നു സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കളക്ഷനാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിൽ ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് 2,70,00,000 രൂപയാണ്. തമിഴ്നാട് കളക്ഷനായിട്ട് 62 കോടി രൂപയും കർണാടക കളക്ഷനായിട്ട് 7,50,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 80,00,000 രൂപയാണ്. 4 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ 35,90,00,000 രൂപയാണ്. ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 110,70,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ജോർജ് ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻ സിയർ എന്നിവർ നായകന്മാരായി നവാഗതരായ ശരൺ വേണുഗോപാൽ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് നാരായണീന്റെ 3 ആൺമക്കൾ. ഈ സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള 3 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 72 ലക്ഷം രൂപയാണ് ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 1 കോടിക്ക് മുകളിലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4K റീമാസ്റ്റേർഡ് പതിപ്പായി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഒരു വടക്കൻ വീരഗാഥ സിനിമയുടെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ നോക്കാം. MTയുടെ തിരക്കഥയിൽ മമ്മൂക്ക നായകനായി ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ സിനിമ 1989 തിയേറ്ററിൽ വൻ ഹിറ്റായി മാറിയ സിനിമയാണ്. ഒട്ടനവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമ 4K റീമാസ്റ്റേർഡ് പതിപ്പായി തിയേറ്ററുകളിൽ എത്തിയപ്പോൾ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളത് 41 ലക്ഷം രൂപയാണ്. 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പ്രതീക്ഷിക്കുന്നത് 60-70 ലക്ഷം രൂപയാണ്. ജനുവരി 16 തിയേറ്ററുകളിൽ എത്തി എബോ ആവറേജ് അഭിപ്രായങ്ങൾ നേടിയ സിനിമയായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ്. ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബേസിൽ ജോസഫ്, സൗബിൻ സാഹിർ, ചെമ്പൻ വിനോദ്, ചാന്ദിനി ശ്രീധരൻ, ശിവജിത്ത് എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങൾ അഭിനയിച്ചിരുന്നത്. അൻവർ റഷീദ് ആയിരുന്നു സിനിമയുടെ നിർമ്മാതാവ്. ഇപ്പോൾ ഈ സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരള കളക്ഷനായി 5,35,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 75 ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഓവർസീസ് കളക്ഷൻ ആയിട്ട് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 3,40,00,000 രൂപയാണ്. ടോട്ടൽ ഗ്രോസ് വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് 9,50,00,000 രൂപയാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 സിനിമകളുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇതുപോലെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എൻ്റെ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.